ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഫിലിപ്പെ കൂട്ടീഞ്ഞോയുടെ ക്ലബ്ബായ വാസ്കോഡ ഗാമയ്ക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. സിയാറ എന്ന ക്ലബ്ബാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം നേടുകയായിരുന്നു. എന്നാൽ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയ കാര്യം അത് ഫിലിപ്പെ കൂട്ടീഞ്ഞോയുടെ ഒരു തകർപ്പൻ ഗോൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മത്സരത്തിന്റെ 12ാമത്തെ മിനിറ്റിലാണ് വാസ്കോഡ ഗാമക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. അത് വളരെ മനോഹരമായിക്കൊണ്ട് ഫിലിപ്പെ കൂട്ടീഞ്ഞോ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. അതായത് വിൻറ്റേജ് കൂട്ടീഞ്ഞോയെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. നമുക്കറിയാം, ബോക്സിന് വെളിയിൽ നിന്നും അതല്ലെങ്കിൽ ഫ്രീ കിക്കുകളിൽ നിന്നുമൊക്കെ ഒരുപാട് ഗോളുകൾ തൻ്റെ പ്രതാപകാലത്ത് നേടിയിട്ടുള്ള താരമാണ് ഫിലിപ്പെ കൂട്ടീഞ്ഞോ. അതിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഒരു ഗോളാണ് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഗോൾ അദ്ദേഹം നേടി, അതുപോലെ തന്നെ 2 കീ പാസുകൾ, അതുപോലെ തന്നെ 42 പാസുകളിൽ 38 പാസുകളും സക്സസ് ആയി. അതുപോലെ തന്നെ ഒരു ഡ്രിബിൾ നടത്തി, അത് സക്സസ് ആയി. 4 ക്രോസുകൾ, അതിൽ 2 സക്സസ് ആയി. 5 ഡുവലുകൾ, അതിൽ 4 വിജയിച്ചു കഴിഞ്ഞു. സോഫ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 8.0 ഇനി മറ്റൊരു കണക്ക് കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. അതായത് കരിയറിൽ ആകെ 154 ഗോളുകളാണ് ഫിലിപ്പെ കൂട്ടീഞ്ഞോ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ 44 ഗോളുകളും പെനാൽറ്റി ബോക്സിന് വെളിയിൽ നിന്നുള്ള ഗോളുകളാണ്. അതായത് അതിൽ ഫ്രീ കിക്ക് ഗോളുകൾ വരുന്നു, അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഗോളുകൾ വരുന്നു. അതായത് ഏകദേശം 30% ഗോളുകളും അദ്ദേഹം ബോക്സിന് വെളിയിൽ നിന്നാണ് നേടിയിട്ടുള്ളത്. ഫിലിപ്പെ കൂട്ടീഞ്ഞോയുടെ ആ ഒരു മികവ് നമുക്ക് വിളിച്ചോതുന്ന കണക്കുകളാണ് ഇത്. ലോങ് റേഞ്ച് ഗോളുകളുടെ കാര്യത്തിലും ഫ്രീ കിക്ക് ഗോളുകളുടെ കാര്യത്തിലും ഫിലിപ്പെ കൂട്ടീഞ്ഞോ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇത്. അഥവാ പ്രൊഫഷണൽ കരിയറിൽ ആകെ നേടിയിട്ടുള്ള ഗോളുകളുടെ 30% ഗോളുകളും ബോക്സിന് വെളിയിൽ നിന്നാണ് ഫിലിപ്പെ കൂട്ടീഞ്ഞോ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഈ സീസണിന്റെ കണക്കിലേക്ക് വരുമ്പോൾ ആകെ 2815 മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 10 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പതിയെ ആ ഒരു പഴയ കൂട്ടീഞ്ഞോയെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇതുപോലെ ഇനിയും മികവ് തുടർന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ കാർലോ ആഞ്ചലോട്ടിക്ക് ഫിലിപ്പെ കൂട്ടീഞ്ഞോയെ പരിഗണിക്കാം എന്നുള്ളതാണ്. കാരണം സ്ഥിരമായി കൊണ്ട് കളിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നു, കൂടാതെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കാർലോ ആഞ്ചലോട്ടിക്ക് പരിഗണിക്കാവുന്ന താരങ്ങളിൽ ഒരാളാണ് ഫിലിപ്പെ കൂട്ടീഞ്ഞോ. ഏറ്റവും ഒടുവിൽ 2022 ഇദ്ദേഹം ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.